ഓക്കെ, നമ്മൾ ഫാഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഫാഷൻ അല്ലെങ്കിൽ പണ്ടത്തെ ഫാഷൻ അതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പം പണ്ടുണ്ടായിരുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കുറച്ചൊരു റിനോവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് ആളുകൾ ധരിച്ചിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടിരുന്നത് മുണ്ടും ബ്ലൗസും പോലെയുള്ള ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ക്രിസ്ത്യൻസ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചട്ടയും മുണ്ടും പോലെയുള്ള ഡ്രസ്സാണ് അവർ ട്രഡീഷണലി വെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റും, ഇപ്പം കോളേജിലൊക്കെ ആണെങ്കിൽ ഓരോ ഫെസ്റ്റിവൽസിൻ്റെയൊക്കെ ഒരു ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികൾ അതേ ഡ്രസ്സിനെ തന്നെ, ദാറ്റ് മീൻസ് പണ്ട് എന്ത് ഉണ്ടായിരുന്നോ അതിനെ മോഡിഫൈ ചെയ്തിട്ട് വേറൊരു രീതിയിൽ ദ സെയിം തിങ്ങിനെ തന്നെയാണ് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഫാഷൻ ഒരിക്കലും പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പഴയതിനെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ഇന്നോവേറ്റീവ് ഐഡിയാസ് കണ്ടുപിടിച്ചിട്ട് പുതിയ ഡ്രസ്സസ് ഒക്കെ വരുവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതൽ നമ്മളൊരു റെവല്യൂഷൻ പോലെ ഫാഷനിൽ വന്നത് ശരിക്കും കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു. കൊറോണയ്ക്ക് മുമ്പൊക്കെ എല്ലാവരും അത്രത്തോളം ഫാഷനെ കുറിച്ച് അവെയർ ആയിരുന്നില്ല, ഇല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുന്നോ അതുപോലെ ചെയ്യാനാണ് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ആഫ്റ്റർ കൊറോണ ആളുകൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവർ ചെയ്യാത്ത എന്ത് പുതിയത് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഡ്രസ്സാണ് അവർ ഇപ്പം ഫാഷൻ ട്രാൻസാക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഒക്കേഷണലിയാണ് എല്ലാം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ കല്യാണം നമുക്ക് എന്ത് ഫംഗ്ഷനോ അറ്റൻഡ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതനുസരിച്ച് ചെയ്യും. പിന്നെ ട്രഡീഷണൽ ലുക്സ് നമ്മൾ ഇപ്പോൾ ഡിനൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതിനതിൻ്റെതായ ഒരു പെർഫെക്റ്റ്നെസ്സും എല്ലാം ഉണ്ട്. എനിക്ക് പൊതുവെ ട്രഡീഷണൽ വെയേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒക്കേഷണലി ഞാൻ ചേഞ്ച് ചെയ്യും. എനിക്കിപ്പോൾ മോഡേൺ ടൈപ്പ് ആണെങ്കിൽ എനിക്ക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനത്തെ ടൈപ്പ് പ്രിഫർ ചെയ്യും കൂടുതൽ. അല്ലാണ്ട് എനിക്ക് രണ്ടും കൂടി കൂട്ടിക്കലർന്ന് പോകാനാണ് ഇഷ്ടം. അല്ലാണ്ട് ഒരെണ്ണം ഡിനൈ ചെയ്ത് നമ്മൾ ഫുൾ നമ്മളൊരു മോഡേൺ രീതിയിലേക്ക് മാറാനുള്ള ചിന്താഗതി ഇല്ല. എനിക്ക് രണ്ടും ഒരു മിക്സഡ് ടൈപ്പ് ഓഫ് വേ ഓഫ് തിങ്കിങ് ആണ് എൻ്റെ. രണ്ടും ഒരേ ടൈമിൽ എല്ലാം ഒക്കേഷണലി യൂസ് ചെയ്ത് പോകാന്നുള്ളത്. ഇപ്പോൾ പലരുടെയും ചിന്ത പല രീതിയിലാണ്, പക്ഷെ എനിക്കിപ്പോൾ രണ്ടും കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് കൂടുതൽ ഇഷ്ടം. പണ്ടൊക്കെ മക്കൾക്ക് ഇടാനും കൊടുക്കാനും ഒക്കെ വളരെ കുറവല്ലേ. ഇന്നിപ്പോൾ എന്തോരം തുണിയാണ് ഒരു വീട്ടിലും ഒരാൾക്കും 5-8 ജോഡിയെങ്കിലും ഇല്ലാത്ത പിള്ളേരില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം നല്ല ഇതായിട്ട് മേടിക്കാനുള്ള കാശില്ല. പിന്നെ അന്നൊക്കെ വലിയ ഫാഷനൊന്നുമില്ല. ഇപ്പോൾ ഫാഷനൊക്കെ ഭയങ്കര കൂടുതലല്ലേ. അപ്പോൾ എങ്ങനത്തെ ഡ്രസ്സായാലും ഇപ്പോൾ ആരും ആക്ഷേപമൊന്നും പറയില്ല. അപ്പോൾ എങ്ങനത്തതായാലും എല്ലാവരും അതിന് മാന്യത കൊടുക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ എന്തായാലും അതൊരു നല്ല വിനയമായിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ധരിക്കണം. അതാണ് നമുക്ക് അതല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ പെൺകൊച്ചുങ്ങളാണെങ്കിലും ഇപ്പോൾ പണ്ടത്തേലൊക്കെ ആൺപിള്ളേരുടെ ശല്യവും എല്ലാം കൂടുതലായി വന്ന കാലം. അപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് നല്ല രീതിയിൽ നല്ല അടക്കമൊതുക്കമായിട്ടുള്ള വസ്ത്രങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ധരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അത്രയും ശല്യം ഉണ്ടാവില്ല. ഇതിപ്പോൾ എന്താ, പിള്ളേരൊക്കെ വെറുതെ ഇതുപോലെ മുട്ടിൽ കവിഞ്ഞൊക്കെ ഇടുമ്പോൾ അല്ലാത്തതൊക്കെ ഇടുമ്പോൾ പിള്ളേർക്ക് കാണുമ്പോൾ അവർക്കൊരു രസം, അല്ലാതെ എന്താ. അപ്പം അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ മേടിക്കാൻ കാശില്ല. മേടിക്കാൻ കാശുണ്ടെങ്കിലും ആരും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ തുണി ഉണ്ടായില്ലെന്ന് പോലും അറിയാൻ പാടില്ലാതെയാണ് വസ്ത്രം ധരിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ശല്യങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ടാകുകയും ചെയ്യും. അതൊക്കെ തെറ്റാണ്. എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ കാശ് കൊടുത്ത് വസ്ത്രം മേടിച്ചാൽ നമ്മൾ നല്ല മര്യാദക്കുള്ള വസ്ത്രം ധാരണ ഉണ്ടാകണം. അപ്പോൾ കുറേ ശല്യങ്ങൾ കുറഞ്ഞ് കിട്ടും. ഫാഷൻ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം നമ്മൾ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ചേഞ്ച് ഓൾമോസ്റ്റ് നല്ലതാണ്. ലൈക്ക് പണ്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന്, നമ്മുടെ കംഫർട്ടൊന്നും അന്ന് ആരും ശ്രദ്ധിക്കാറില്ല. പിന്നെ പൊതുവേ എപ്പോഴും ഭയങ്കര കവേർഡായിട്ട് ഡ്രസ്സ് ചെയ്യാനായിരിക്കും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ മാറി നമുക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് കുറേ കൂടെ നമ്മൾ വെസ്റ്റേൺ കൾച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ആൻഡ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെയാണ്, ഫാഷൻ സെൻസും ഒക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാവർക്കും കൂടുതലാണ്. സോ ഐ ഗെസ് ഇറ്റ്സ് ഗുഡ്.